വെൽക്കം ബാക്ക് ടു മൈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നെയിം സ്ലിപ്പ് വീഡിയോ ആണ്. ഞാൻ കുറേ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10-20 നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ എനിക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്. ഇത് വെള്ളം നനഞ്ഞത് കൊണ്ട് ഇങ്ങനെ ആയതാട്ടോ. 1 minute ഗായ്സ്. അപ്പോൾ ഇത് വെള്ളം നനഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ നിങ്ങൾക്ക് നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുണ്ടോ ഇങ്ങനെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കി അപ്പുറത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെള്ളം നനയാണ്ട് നോക്കണം. സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നെങ്കിൽ ഒട്ടിച്ചോ. ഞാൻ ഇപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് ഒട്ടിക്കാൻ വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഒട്ടിക്കണമെന്ന് വെച്ചാൽ വലുതാണെങ്കിൽ എളുപ്പമാണ്. കുഞ്ഞാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അട്ടിക്കടി വന്നിട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒട്ടിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കമോൺ. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് 3 ഐറ്റംസ് മതി ഇതിന്. വേറൊന്നും വേണ്ട. 3 ഐറ്റംസ്, 3 പേപ്പേഴ്സ്. എത്ര പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ 3 പേപ്പറാണ് എടുത്തേക്കുന്നത്. പേപ്പർ ഇത് ഷേപ്പിലുള്ള കത്രിക. നിങ്ങൾക്ക് ഷേപ്പ് വേണ്ടെങ്കിൽ വേണ്ട. ഷേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തോ. ഷേപ്പ് ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഷേപ്പിലാണ് എടുക്കുന്നത്. കേട്ടോ, ഇത് ഈ ഒരു ഷേപ്പിലായിട്ട് വരിക. ഈ ഒരു ഷേപ്പിൽ വരും. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സാധാ കത്രിക എടുത്താൽ മതി. ഇത് സ്കെച്ച് ടൈപ്പ്. സ്കെച്ച്. ഇതിൽ നമുക്കൊരു പെൻസിൽ വേണം. പെൻസിലും വേണം, ഇതും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് പേനയും വേണം. ഇത് ഞാൻ വാള ഇട്ടത് എന്തിനാണെന്നറിയോ? എനിക്ക് ഇന്നലെ ഓണം സെലിബ്രേഷനാണ്. ആ വാള ഞാൻ മാറ്റിയിട്ടില്ല. ഇന്ന് പോയി മാറ്റണം ഗായ്സ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കറപ്പായത് കുഴപ്പമില്ല. ഇങ്ങനത്തെ എടുക്കുക. നമുക്ക് വേറെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ഏതോ ഒരു ചരിത്രത്തിലുള്ള ഷേപ്പാട്ടോ. പെൻസിൽ എന്ത് ചെയ്തു? ഹലോ, നമുക്കത് നമ്മളിവിടെ എത്തി. പെൻസിൽ ആദ്യം എടുക്കണം കേട്ടോ. പെൻസിൽ അപ്പം നമ്മൾ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഷേപ്പിലാട്ടോ നമ്മൾ വരച്ചെടുക്കുന്നത്. ഏത് ഷേപ്പിലാണ്? നമുക്കൊരു പൂവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം. നമുക്കത് ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കണം. അതിൻ്റെ ഇപ്പുറത്ത് ഒരു അതേപോലത്തെ ഒരു വട്ടം കൂടി വരയ്ക്കണം. മായ്ക്കണമെങ്കിൽ മായ്ച്ചോട്ടോ. പിടിച്ചു തരാൻ ആരുമില്ല ഗൈസ്. കൊണ്ടാണ് എങ്ങനെ പിടിക്കണത്. ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് ഇപ്പുറത്തെ കൂടെ വേറെ ഒന്നുകൂടി വരയ്ക്കണം. ഇതൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് ഒട്ടിക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്റ്റിക്കറായിട്ടും ഒട്ടിക്കാം. നമുക്ക് നെയിം സ്ലിപ്പ് തന്നെ ആക്കിയിട്ട് ഒട്ടിക്കണമെന്നില്ല. സ്റ്റിക്കറുമായിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇതിൽ ഞാൻ സ്റ്റിക്കറാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്റ്റിക്കറിൽ നമുക്ക് കളർ കൊടുത്ത് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിത് ഇങ്ങനത്തെ ഒരു പൂ വരച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അപ്പോൾ നെയിം സ്ലിപ്പാണ് കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പൂ വരച്ചിട്ട് ആക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, ഇത് കാണാമല്ലോ നിങ്ങൾക്ക്? ഇങ്ങനത്തെ ഒരു പൂ വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നെയിം സ്ലിപ്പിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുക. കുഞ്ഞു പുഞ്ചിരി പാരകങ്ങളോ പൂക്കളോ പരാഗെ പുരാഗെ പാട്ടൊക്കെ പാടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്.
നമ്മളുടെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് എഴുതിയെടുക്കുക. ആദ്യം നമുക്ക് ബോർഡർ വരയ്ക്കണം. എൻ്റെ സ്കെയിലില്ല ഗൈസ്, നമ്മളുടെ എൻ്റെ ഇങ്ങനത്തെ വടി പോലത്തെ പെൻസിലുണ്ട്. അയ്യോ, ആ പെൻസിലെടുക്കാൻ പറ്റില്ല ഗൈസ്, അതാണ് പ്രശ്നം. അപ്പോൾ ആദ്യം നമുക്കൊരു ബോർഡർ വരയ്ക്കണം. ഇതിങ്ങനെ ബോർഡർ വരച്ച് നോക്കാം. എനിക്ക് ഇഷ്ടമുള്ള ബോർഡർ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ വരച്ചേക്കുന്ന ഇതിൻ്റെ ബോർഡറാണ് വരയ്ക്കുന്നത്. നമ്മളിപ്പോൾ വരച്ച സിസേഴ്സിൻ്റെ സ്റ്റൈലിൽ, ആ സിസേഴ്സിൻ്റെ എന്താ പാറ്റേണില്ലേ, ആ ഒരു പാറ്റേണിലാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അലാറം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇത്രയും ബോർഡറാക്കി വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ബോർഡറാക്കി നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പുറത്ത് ഔട്ടർ ഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ പഠിക്കുന്നത് പിങ്ക് കളർ. എൻ്റെ ഫേവറേറ്റ് കളർ പിങ്കായി കൊണ്ടൊന്നുമല്ല, എൻ്റെ ഫേവറേറ്റ് കളർ ലാവൻഡർ ആട്ടോ. ആർക്കൊക്കെ ലാവൻഡർ ഇഷ്ടമാണ്, ആർക്കൊക്കെ റെഡ് ഇഷ്ടമാണ്, ആർക്കൊക്കെ യെല്ലോ ഇഷ്ടമാണ്, ആർക്കൊക്കെ പിങ്ക് ഇഷ്ടമാണ്, കമൻറ്റ് ചെയ്യൂ. അല്ലെങ്കിൽ ആർക്കൊക്കെ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഈ നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബെൽ ബട്ടൺ ഞെക്കി പിടിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ അടിച്ച് കൊടുക്കുവാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, നമ്മളിത് അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയാൽ ഫുൾ തകരാറാവും. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോകാണ്ട് ശ്രമിക്കണം. മാക്സിമം നമ്മൾ ഉള്ളിൽ പോകാണ്ട് ശ്രമിക്കണം കേട്ടോ. ഉള്ളിൽ പോയാൽ പണി കിട്ടും. കണ്ടോ ഗൈസ്, ഇതിങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇവളാണ് ഇന്നലെ ഡാൻസിന് കൂട്ടുന്നത്. ഇവള് നാട്ടിൽ പോവാണ് കേട്ടോ. ബാക്കിൽ പാടി നെയിം സ്ലിപ്പ്. ഇവളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. 4 സബ്സ്ക്രൈബറായി. 4 സബ്സ്ക്രൈബർ. അപ്പോൾ ഹലോ ഗൈസ്, ഇത്രയും പകുതി ഇനി ഇവിടെ കൂടെ ഉള്ളൂ. അത് നമുക്ക് ഇവക്ക് പണി കൊടുക്കാം. ഈ ഒരു ഔട്ടറിൽ ഇതിൻ്റെ അകത്ത് പോരുത്, ഇവിടെ മാത്രം കേട്ടോ. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾക്ക് എന്താ അല്ല, നിങ്ങൾക്ക് ഇത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഫ്രണ്ട്സ്, ഇന്നലത്തെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യൂ. കറക്റ്റ്. അപ്പം ഇന്ന് ഉത്രാടം അല്ലേ? ഹാപ്പി ഉത്രാടം. ഉത്രാടം എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഏതോ ഒരു ഭാഗം. ഓണത്തിൻ്റെ ഒരു ഭാഗമല്ല. എന്താ എന്താ ഞാൻ ഇങ്ങനെ എണീറ്റ് ഒരു 9:40 കണ്ട്. ഞാൻ 10 മണിയാണെങ്കിൽ 5 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. സോറി, 9 അല്ല, 10 മണിയാവാൻ. കഴിഞ്ഞു. ഇവളുടെ കഴിഞ്ഞു. നിങ്ങൾക്ക് കേട്ടാൻ പറ്റുമോ? പേപ്പർ ഉണ്ടാക്കൽ പരിപാടി ഓണം. പിന്നെ ഇതെന്തോ ഓടിയത്? അത് ബാക്കി വന്നതാ ഗൈസ്. ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് വെട്ടിയെടുക്കാം? ഇത് നമുക്ക് കൊടുത്തു. ഇങ്ങനെ നമുക്കുള്ളത് കളറടിച്ചിട്ട് കളറടി ഞാൻ അടിച്ചു. എനിക്ക് കളറടിച്ചിട്ട് നീ കളറടിച്ചു. എനിക്കിത് ഇഷ്ടം. എനിക്കിതാ ഇഷ്ടം. ഇതും ഇതല്ല, എനിക്കതും ഇഷ്ടമായി. അപ്പോൾ നമുക്ക് നെയിം എഴുതാം. നിങ്ങൾ ശരിക്കും എനിക്കൊന്നും വല്ല വട്ടായോ? എനിക്ക് വലിയ വട്ടില്ല, കാരണം എനിക്ക് ഡാൻസ് ഞാൻ പഠിച്ച് എൻ്റെ ഹോബിയാക്കി. ഞങ്ങൾ നാട്ടിൽ പോകും ഫ്രണ്ട്സ്. ഞാൻ ഇവളുടെ വീഡിയോ എപ്പോഴും കാണാറുണ്ട്. ഇവൾ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും.
ചൊറിയാൻ വരില്ലല്ലോ. ഇത് തലക്കെട്ടടിക്കലടി ആ എന്തൊട്ട് വിളിച്ചേ ഗൈസ്. ഇത് നമ്മൾ ഇങ്ങനെ ബോർഡറാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ബോർഡടിക്കുന്നു കണ്ടോ. നെയിം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. റോൾ നമ്പർ, ക്ലാസ്, ഡിവിഷൻ അതൊക്കെ എഴുതാം. ക്ലാസ്, ഡിവിഷൻ, പിന്നെ റോൾ നമ്പർ. റോൾ നമ്പർ. ഉമ്മജി കാർ എടുത്താ ഗൈസ്. അവൾ സ്കൂട്ടായി. നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൂൾ സബ്ജക്റ്റ് എഴുതാണ്ട്. സബ്ജക്റ്റ് ഇതിങ്ങനെ കുറച്ച് രണ്ട് ഇല്ല. സ്കൂൾ ഇങ്ങനെയാണ് നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ അവസാനത്തെ സാധനം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാ ബെൽ ബട്ടൺ ഞെക്കി പിടിക്കാം. അപ്പോൾ ബൈ ബൈ, സീ യു.